ഇത് ശീതൽ യൂട്യൂബറാണ്, സംഘിയാണ്, പോരാത്തതിന് മുസ്ലിം വിരോധിയുമാണ്. സ്വന്തം മതത്തെക്കുറിച്ച് ഒന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ച് എല്ലാം അറിയാം. അവരെക്കുറിച്ച് വളരെ ആശങ്കയാണ് ഈ യൂട്യൂബർക്ക്. അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വേവലാതിയുമാണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കും. കാരണം നിങ്ങൾക്ക് ധാരാളം മക്കൾ ഉണ്ടാവട്ടെ. പെണ്ണ് കാണാൻ പോകുമ്പോ ഒറ്റ കാര്യം ചോദിച്ചാൽ മതി, നീ ഒരു 10-25 മക്കളെ പ്രസവിക്കൂ, എങ്കിൽ എൻ്റെ കൂടെ കാലാകാലങ്ങൾ എന്നെ സഹിച്ച് ജീവിക്കാൻ നീ യോഗ്യയാണ്. പ്രസവിക്കാനുള്ള കപ്പാസിറ്റി ആണല്ലോ ഒരു സ്ത്രീയുടെ യോഗ്യത. 1, 2, 3, 4 പ്രസവിക്കുന്നവളൊന്നും ഒരു പെണ്ണല്ല. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ മിനിമം 20 പെറണം. ഇനി ഈ പ്രസവിച്ചു കൂട്ടുന്ന മക്കൾക്കൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും എന്നതാണ് നിങ്ങളുടെ ദുഃഖമെങ്കിൽ അതിനും മാർഗമുണ്ട്. മക്കളുടെ ഉപജീവനത്തെ കുറിച്ച് സൃഷ്ടികൾ വേവലാതിപ്പെടണ്ട. അത് സൃഷ്ടാവിന്റെ ഉത്തരവാദിത്തമാണ്. പാകീറിയ ദൈവം അല്ലേ, ഇനി തന്നോളൂ. നമ്മൾ പ്രസവിച്ച് അങ്ങോട്ട് ഇടുക, പിന്നെ കറക്റ്റ് സമയാസമയത്ത് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് വേണ്ടപ്പെട്ടവര് അതുങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ട് പൊക്കോളും. വേണ്ട ഉടുതുണി വാങ്ങിച്ചു കൊടുക്കുകയോ വിദ്യാഭ്യാസം ചെയ്യിക്കുകയൊക്കെ ചെയ്തോളും. പ്രസവിച്ചു കൂട്ടുക എന്നുള്ളതാണ് പെണ്ണുങ്ങളുടെ ജോലി, ഉണ്ടാക്കി കൂട്ടുക എന്നുള്ളതാണ് ആണുങ്ങളുടെ ജോലി. ഇതൊക്കെയാണ് പറയുന്നത്. അതായത് കുട്ടികളെ ജനിപ്പിച്ചിട്ട് അവരെ സംരക്ഷിക്കേണ്ട, അവർക്ക് ആഹാരം കൊടുക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ട എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. അത് ചെയ്യേണ്ട ആള് ചെയ്തോളും അത്രേ. ശീതലിന് വലിയ ആശങ്കയും വേവലാതിയുമാണ്. മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ ആര് നോക്കുമെന്ന്. ആ കുട്ടികളൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് കാലിയാകുമോ എന്നുള്ള ആശങ്ക. കഴിഞ്ഞില്ല, ഇനി പർദ്ദയെക്കുറിച്ചും ഈ ശീതൽ വിമർശിക്കുന്നുണ്ട്. കേട്ടു നോക്കൂ. ആൺകുട്ടികൾ ധരിക്കുന്ന പോലെ പാൻസ് ധരിക്കേണ്ടി വരുന്നു നമ്മുടെ പെൺകുട്ടികൾ. സുഹൃത്തുക്കൾ, അനുവദിക്കാൻ പറ്റിയ കാര്യം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പാൻസ് ഒക്കെ ആവുമ്പം സൗകര്യക്കുറവാണ്, പർദ്ദയാവുമ്പോ നല്ല സൗകര്യമല്ലേ. ഞാൻ വേറൊന്നും അല്ല ഉദ്ദേശിച്ചത്. അതായത് പർദ്ദയാവുമ്പോഴേ മൊത്തത്തിൽ മറിഞ്ഞു കിടക്കുമല്ലോ. ആരാണ്, എന്താണ്, എവിടെ എന്താണ് ഉള്ളതെന്നൊന്നും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. പാൻസ് ആവുമ്പോൾ കൂടും. ഇനി ഒരു പോലീസ് ഓഫീസർ ആയാലും മിലിറ്ററി പോയാലും ബഹിരാകാശ യാത്ര നടത്താൻ പോയാൽ പോലും നമ്മൾ എന്ത് ധരിച്ചായിരിക്കണം? നമ്മൾ പൂർണ്ണമായിട്ടും മറയ്ക്കുന്ന രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. 2025 ഇങ്ങനെയൊന്ന് പ്രസംഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് കേൾക്കാൻ മുന്നിൽ ആളില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക്. ചേച്ചിയുടെ ചിന്തയിൽ ഈ പർദ്ദ ധരിക്കുക അല്ലെങ്കിൽ തട്ടമിടുക എന്നത് പ്രാകൃത രീതിയാണ്, അല്ലെങ്കിൽ ഒരു പിന്തിരിപ്പൻ മനോഭാവമാണ് എന്നാണ്. പക്ഷേ 2025 ഇതുപോലത്തെ ഭക്തികൾ ചേച്ചിക്ക് കുളിർമയാണ്, സന്തോഷമാണ്. അപ്പോൾ ഈ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം മതത്തെക്കുറിച്ച് ആദ്യം പഠിക്കുക, എന്നിട്ട് മറ്റുള്ള മതത്തെ വിമർശിക്കുക.